കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ചേരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്? ഇത് ഈ ഗവൺമെന്റിന്റെയും ഈ ജയിലധികൃതയും അനാസ്ഥയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാരണം നമുക്ക് വളരെ വ്യക്തമായി അറിയാം, ഈ സെൻട്രൽ ജയിലിൽ ഇന്നും തുടങ്ങിയ ഒരു കേസല്ല. കാലങ്ങളായി ഈ സെൻട്രൽ ജയിലിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ സൂചിപ്പിച്ചില്ല, ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു ക്രിമിനലിന്, ഒരു കൊലക്കേസിൽ പ്രതിക്ക് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തത് നിങ്ങളുടെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ കഞ്ചാവ് കിട്ടും, ഇവിടെ ഫോൺ കിട്ടും, ഇവിടെ MDMA കിട്ടും, ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല, മദ്യം കിട്ടും. ഇവിടെ കിട്ടാത്ത ഒരു സാധനവും ഇല്ലാതെ കണ്ണൂർ സെൻട്രൽ ജയിലിനെ അധപ്പതിപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഒന്ന്, ഈ സെൻട്രൽ ജയിലിൽ വരുന്ന ഭീകരരായ കൊടും ക്രിമിനലുകൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥര് ക്രിമിനലുകളായി ആ ഒരു ചിത്രത്തിലേക്ക്, അതായത് അവര് ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും ഇവിടെ വരുന്ന ക്രിമിനലുകൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരായി മാറുന്ന ഒരു സാഹചര്യവുമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് എല്ലാ തലത്തിലുമുള്ള അനാശാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇവിടെ നടക്കുന്നുണ്ട്. അത് പറയുന്നതിന് ഒരു മടിയില്ല. നിങ്ങളെ മീഡിയാസ് അടക്കം അത് വാർത്ത വന്നതാണ്. ആ സൗകര്യങ്ങൾ ഇവരെ ഒരുക്കി കൊടുക്കുന്നു. ഇതല്ലേ പിന്നെ ഇവിടെ എങ്ങനെ മുറിയിൽ നിന്ന് കടന്നു, എങ്ങനെ പൂട്ടുപൊളിച്ചു, എങ്ങനെ അവിടുന്ന് ഈ മതിൽ വരെ നടന്നു വന്നു, എത്ര സ്ഥലം നടക്കാനുണ്ട്, ആ മതിൽ നിന്ന് എങ്ങനെ ഈ ഒറ്റക്കൈന് താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നു. അപ്പോൾ ഇതിനകത്ത് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവര് ഇതിനകത്ത് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വലിയ ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അത് ഉദ്യോഗസ്ഥരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ അറിവോടുകൂടിയാണ് ഏതെങ്കിലും തരത്തിൽ, അല്ലാതെ ഇയാൾക്ക് ഇവിടെ നിന്ന് പുറത്തു ചാടാൻ കഴിയില്ല. വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥ പിന്തുണ കൂടി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ പലപ്പോഴും പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നേരത്തെ ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തിലങ്കേരിക്ക് അയാളുടെ കാമുകിയെ കാണാൻ അവസരമുണ്ടാക്കി കൊടുത്ത വാർത്ത അത് നേരത്തെ പുറത്തു വന്നതാണ്. ഒപ്പം സ്ഥിരമായി ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഫോൺ പിടിക്കാത്ത ദിവസങ്ങളില്ല. ഒപ്പം മയക്കുമരുന്ന്, കഞ്ചാവ് അടക്കമുള്ള സാധനങ്ങൾ സ്ഥിരമായി പിടിക്കുന്നു. ഒപ്പം പല വട്ടം ഇവിടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഈ മതിലിന് പുറത്തു നിന്ന് ലഹരി പദാർത്ഥങ്ങൾ അടക്കമുള്ളവ അകത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്ന കാഴ്ചകൾ. അങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് നിരവധി അനവധിയായ ആരോപണങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആര് ഭരിക്കുമ്പോഴും, അത് LDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും ഒക്കെ കണ്ണൂർ സെൻട്രൽ ജയിലിന് ഇത്തരം വിവാദങ്ങളിൽ പെടാറുന്നത് പതിവാണ്. പക്ഷേ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഒരു അത്രമേൽ സ്ട്രിക്റ്റ് ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക്, കടുത്ത നടപടികളിലേക്ക് ഒരു ഘട്ടത്തിലും പോകുന്നില്ല. അതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ ഒരു കൊടും കുറ്റവാളി അടക്കമുള്ള ആളുകൾ വളരെ ഈസിയായി ഈ ജയിലിന്റെ അരി ഭേദിച്ച് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത് എന്നതുകൂടിയാകുമ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച്, സുരക്ഷാ ക്രമീകരണങ്ങളിലുണ്ടായ വീഴ്ചയെ സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത്. അതിൽ എന്തായാലും ജയിൽ അധികൃതരും സർക്കാരും മറുപടി പറയേണ്ടതുണ്ട്.